ಅದೇ ರೀತಿ ಇಲ್ಲಿ ಬೆಳ್ಳೂರು ಪಂಚಾಯತ್ನ ಜನಗಳು ಯಾವುದೇ ರೀತಿಯಂತ ಭಯ ಬೇಡ. ನಿಮ್ಮೊಟ್ಟಿಗೆ ಯಾವಾಗ್ಲೂ ಕೂಡ ನಿಮ್ಮ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಶ್ರೀಧರ ಬೆಳ್ಳೂರು ಅವರು ಇದ್ದಾರೆ. ಅವರೊಟ್ಟಿಗೆ ನಾವು ಕೂಡ ನಿಮ್ಮೊಟ್ಟಿಗೆ ಇದ್ದೇವೆ ಅಂತ ಮಾತ್ರ ನಾನು ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ. അതല്ലെങ്കിൽ പെർമനന്റ് സൊല്യൂഷൻ വേണം. ഇതിപ്പം കാസർഗോഡിൽ നടക്കുന്ന പല ഫോറസ്റ്റിന്റെ പുലികളില്ലത് മൊത്തം ഫോറസ്റ്റുകാർ സമ്മാനിക്കുന്ന പല സ്ഥലത്തുനിന്ന് വിളിച്ചാൽ ഗിഫ്റ്റിന്റെ മറവിൽ ഇവർ കൊണ്ട് തള്ളുന്നതാണ്. ബൺകാജ് റിസർവ് വളത്തൂർന്ന് വിളിച്ചാണ് ഓടുന്നത്. അതെന്ന് പറഞ്ഞത് ആ ഫോറസ്റ്റിന്റെ ഒരു വിൽപ്പ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററാണ്. ലെങ്തായിട്ട് കാര്യമില്ല. 1 കിലോമീറ്റർ പുറത്തുണ്ടെങ്കിൽ അതിൽ അതിന്റെ അടുത്തേക്ക് 3 അംഗനവാടികളുണ്ട്, ഒരു കോളേജ് ഉണ്ട്. കർണാടകത്തിന്റെ സ്കൂളുകൾക്കും കേരളത്തിന്റെ വാണിനഗർ സ്കൂൾക്കാരും ആ വാട്ടത്തിന്റെ സൈഡിലെ കൂടിയിട്ട് വെള്ളത്തിന്റെ നടുവിൽ കൂടിയിട്ട് പോകേണ്ടത് കുട്ടികൾ. അപ്പൊ എങ്ങനെ പോകാൻ പറ്റും? ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞ പുലിയൊന്നും ചെയ്യില്ല എന്നിട്ടാണ്, പുലി ഒന്നും ആക്രമിക്കൂല, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന രീതിയിലോട്ടാണ് ഇവിടുത്തെ ജോലിക്കാർ സംസാരിക്കുന്നത്. അതെ, പശ്ചിമഘട്ട മലനിരകളുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ. അതിനൊന്നും വിടില്ല, അത് കുറച്ച് യാത്ര കൂടുതൽ ചെയ്യണം. അടുത്തന്നെ ഇത് പാവങ്ങളായ ജനങ്ങൾ താമസിക്കുന്ന കന്നഡ മേഖലകളിലൊന്നും ആരും കാണണല്ലോ ഒന്നും അറിയില്ല എന്ന ഒരു ഉദ്ദേശത്തിൽ ആ ഒരു ദാസ്യത്തിൽ തന്നെയാണ് കൊണ്ടുവിട്ടത്. ഞാൻ ആദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും നിഷേധിച്ചു. അവസാനം വീടുകൾ ഓരോന്നോരോന്നാക്കി ഓരോ സ്ഥലത്തിൻ്റെതും CCTV ഫുട്ടേജുകൾ കൊടുക്കുമ്പോൾ പിന്നെ വേറെ രക്ഷയില്ലാത്ത നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചുകൊണ്ട് വരുന്നതാണ്. അതാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണം. സർക്കാരിന്റെ സ്ഥലത്ത് തന്നെ ഇല്ല. CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ. അയക്കാം, ഒരു ഇത് ഇട്ടോളൂ, മെസ്സേജ് ഇട്ടോളൂ, ഞാൻ അയക്കാം. പിന്നെ അയച്ചത് അതുണ്ട്. കേസിന്റെ ആളുണ്ട്, അയാള് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏതും കാസർഗോഡ് വാർത്ത ആരോട് ഞാൻ തരം പറയാം. കേസിന്റെ ആളോട് തരം പറയാം. ഓഫീസിലല്ല, അപ്പൊ ഞാൻ തന്നെ ആക്കുന്നു കൊടുത്തു. അല്ല, ഞാൻ നാളെ 10 മണിയും വരും. ജനങ്ങളുടെ ജീവിതത്തിൽ ഭീഷണിപ്പെടുത്തിട്ട് അയാളിതില് സർവ്വകൂലി മാത്രം പൈസ എടുക്കുന്നതാണ്. അല്ല, അങ്ങനല്ല. ഇപ്പൊ ഈ ആറാട്ട് ടീമിനെ 1 മണിക്കൂർ കൊണ്ട് സ്പോട്ടിൽ അതല്ലേ ചെയ്യാം. അല്ല, ഇത്ര വലിയ പ്രശ്നമായിട്ട് അയാൾ എന്തിനാണ് നാട്ടിൽ പോയത്? നാട്ടിലെ പ്രശ്നമില്ല. അല്ല, നാട്ടിലേക്ക് പോയല്ല, പാണ്ഡ്യയിൽ ഇതേപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടുത്തെ നമ്മുടെ ഈ നാട്ടിലെ നിങ്ങളുടെ ടൗണിൽ നമ്മുടെ ശരിക്കും കാട്ടുപോകും പോലും ഉണ്ടായിട്ടില്ല, ഒരു മൃഗങ്ങളും കൊണ്ടുവിടുന്നതാണ്. ഇവർ എഴുതുന്ന പിടിച്ചത് കൊണ്ടുവിടുന്നതാണ്. ഇപ്പൊ അത് നമുക്ക് ഇന്നലത്തോടുകൂടി വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും, ആധികാരികമായിട്ട് തന്നെ പറയാൻ പറ്റും ഇവർ കൊണ്ടുവിടുന്നത്. അതിൽ വേറെ ഒരു തർക്കിക്കേണ്ട ആവശ്യമില്ല, ഒരു തർക്കിക്കേണ്ട ആവശ്യം എനിക്ക് ഇതിൽ തോന്നുന്നില്ല. എന്താന്ന് വെച്ചെങ്കിൽ ഇവര് കളത്തറിന് പിടിച്ചതിനെ വെള്ളൂർ കൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ, അത്ര ചെറിയ വനത്തിൽ വിട്ടിട്ടുണ്ടെങ്കിൽ പലയിടത്തും പിടിച്ചതിനെയും ഉളിയാറിലും കാടകത്തും ജലമ്പാടിയിലും ഒക്കെ കൊണ്ട് വിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഒരിക്കലും അതിനെ അല്ലാന്ന് നിഷേധിക്കാൻ ആർക്കും പറ്റില്ല. അതിനുള്ള തെളിവാണ് ഇന്നലെ കൊണ്ടുവിട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് തന്നെയാണല്ലോ എന്നോട്, ഞങ്ങൾ പിടിച്ചതിനെ ഒരു വനത്തിൽ പിടിച്ചാലും വേറെ കൊണ്ടുവിടുന്നില്ല. അപ്പം പല കാട്ടുപോത്തുകളും നിങ്ങൾ കൊണ്ടുവിട്ടതാണ്. നാടിലെ കർഷകർക്കൊക്കെ നഷ്ടങ്ങൾ നിങ്ങൾ പോലീസിൽ കൊടുക്കേണ്ടതാണ്. ഞാൻ വിളിക്കാൻ ഇപ്പൊ വിളിക്കുന്നു. നാളെ ആക്കുമെന്ന് പറഞ്ഞു. ഇത് നാളെ ഒരു 10 മണി ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഒരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താം. ഇതിന്റെ പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ പുലിയെ റിട്ടേൺ പിടിക്കാം. അതന്നെ ആ പുലിയെ റിട്ടേൺ പിടിക്കാം. അതിന് ഇനി ഡിലേ ആക്കാൻ കഴിയില്ല. അതന്നെ, ആ കുടിക്കാൻ എനിക്കറിയില്ലല്ലോ. ആ പുലിയെ കുടിക്കണം. പുലിയോട് പറഞ്ഞില്ലേ ആ പുലിയെ കുടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം?
ഇങ്ങനെ നാട്ടുകാരൊന്നും വന്നിട്ടില്ല, പാർട്ടിയല്ല. അതെ, എന്റെ മൊബൈൽ ആണ്. ആ, അടുത്ത പൊതുജനങ്ങളാണ് വന്നിട്ടില്ലത് വെള്ളൂരിലെ.